എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് ഡീമൺ സ്ലെയറിന്റെ 159ാമത്തെ ചാപ്റ്റർ നോക്കാം. ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് കണ്ടില്ലേ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ അതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയത് കനോവനെ ഇനോസുകെ വന്ന് രക്ഷിക്കുന്നതാണ് വരെയായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കവും. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഇനോസുകെ ഡോമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരെ നോക്കുന്നതിന്റെ അർത്ഥം ഇയാൾ അപ്പർ മൂൺ ഡീമൻ ആണോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഇനോസുകെ ഉടനെ തന്നെ എല്ലി ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ അപ്പർ മൂൺ 2 അല്ലേ? നീയാണ് മോളിൽ നിന്ന് രണ്ടാമത്തെ ടോപ്പർ. ഞാൻ നിന്നെ ഡിഫീറ്റ് ചെയ്തിട്ട് ഒരു ഹാഷറായി മാറുമെന്ന്. ഡോമ അപ്പർ മൂൺ ആണെന്നുള്ള കാര്യം രഹസ്യം പോലെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നുള്ള രീതിയിലായിരുന്നു ഇനോസുകെ എല്ലി ചെയ്തത്. ഡോമ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അപ്പർ മൂൺ 2 ആണെന്നുള്ള ഫാക്ട്സ് ഒന്നും മറച്ചു വെച്ചിട്ടില്ലെന്ന്. ഇനോസുകെ കനോവയെ തിരിഞ്ഞു നോക്കിയപ്പോൾ കനോയുടെ മുഖത്ത് നിറച്ച് പാടുകളായിരുന്നു. ഡോമയായിട്ട് ഫൈറ്റ് ചെയ്ത മുറിവുകളുടെ പാട് കണ്ടിട്ട് ഇനോസുകെ അവൾക്ക് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ ദേഹത്ത് കാട്ടിക്കുട്ടി വെച്ചേക്കുന്നതെന്ന്. ഷിനോബു നിന്നെ ഈ കോലത്തിൽ കണ്ടു കഴിഞ്ഞാൽ സീനാക്കുമല്ലോ എന്ന്. കനോവ ഒന്നും മിണ്ടാതെ നിശബ്ദമായി നിന്നു. കനോവയുടെ നിപ്പ് കണ്ടപ്പോഴേക്കും ഇനോസുകെക്ക് ഏതാണ്ടൊക്കെ കാര്യം പിടികിട്ടി. ഇനോസുകെ അവൾക്ക് ചോദിക്കുന്നുണ്ട്, ഷിനോബു മരിച്ചുപോയോ എന്ന്. ഡോമ അപ്പോൾ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവൾ ഒരിക്കലും മരിക്കില്ല, അവൾ എന്നിലൂടെ ജീവിക്കുമെന്ന്. ഞാൻ ഒബ്സോർബ് ചെയ്ത് മരിക്കുന്നവരെല്ലാം സേവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്ന്. ഇനോസുകെ അപ്പോൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവന്റെ കൈ മുറിഞ്ഞപ്പോൾ ഷിനോബു അത് കെട്ടിക്കൊടുത്തതും അത് അഴിച്ചു കളയില്ലെന്ന് ഷിനോബുവിന് അവന് വാക്ക് കൊടുത്തതൊക്കെ ഇനോസുകെക്ക് എന്തോ പ്രാന്ത് പിടിക്കുന്ന പോലെ ആയിരുന്നു. അവൻ ആ നിന്നിടം പൊളിച്ചുകൊണ്ട് ഡോമയുടെ അടുത്ത് നിമിഷ നേരങ്ങൾ കൊണ്ടെത്തി. കനോ അപ്പോഴത്തേക്ക് അവന്റെ അടുത്ത് വാൺ ചെയ്യുന്നുണ്ട്, അവൻ പുറത്തു വിടുന്ന കോൾഡ് എയർ ഒരിക്കലും ഇൻഹെയിൽ ചെയ്യില്ലെന്ന്. ഇനോസുകെ തന്റെ ബീസ്റ്റ് ബ്രീത്തിങ്ങിന്റെ 4th ഫോം ഉപയോഗിച്ച് ഡോമയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഡോമ ഇനോസുകയുടെ കഴുത്തിന് നേരെ എന്നിട്ട് വെട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ഇനോസുകെ അവന്റെ ഫാനിൽ ചവിട്ടി ബാക്കിലേക്ക് കറങ്ങി ഫ്ലിപ്പ് ചെയ്തു. അപ്പൊ ഡോമ അവനെ ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കാണാം, നീ ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ എന്ന്, നിന്റെ തലയിരിക്കുന്നത് മാസ്ക് അല്ലേ എന്ന്. ഇനോസുകെ കനോട് അടുത്ത് തന്നെ എന്നിട്ട് ലാൻഡായി. അവളെടുക്കുന്ന ഡോമ എടുത്ത് മാറ്റിയ വാൾ ഇനോസുകെ അവൾക്ക് കൊടുക്കുന്ന കാണാം. ഡോമ എന്നിട്ട് അവൻ്റെ പറയുന്നുണ്ട്, നീ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ, ഞാൻ നിന്നെ ശരിക്കും നോട്ടീസ് ചെയ്ത് പോലും ഇല്ലെന്ന്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ ഒരു ഫൈറ്റ് എടുക്കുന്ന കാണാം. അതിനുശേഷം ഇനോസുകെ ഡോമയുടെ വയറ്റിൽ നോക്കി നല്ലൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. ആ ചവിട്ട് ഡോമയെ ദൂരത്തിലേക്ക് മാറ്റി നിർത്തി. ഡോമ അവനൊക്കെ പറയുന്നുണ്ട്, നീ ശരിക്കും അടിപൊളിയാന്ന്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവന്റെ വാൾ അവൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്? അവൻ എന്നിൽ നിന്ന് ഒത്തിരി ദൂരെയാണെന്ന്. ഇനോസുകെ ഡോമയുടെ റേഞ്ചിൽ നിന്നും ദൂരെയാണെന്നുള്ള ഡോമയുടെ ചിന്തകളെ മറികടന്നുകൊണ്ട് ഇനോസുകെയുടെ വാൾ ഡോമയുടെ കണ്ണിന് കുറുകെ വെട്ടുന്നത് നമുക്ക് കാണാം. എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഡോമ അവിടെ ഞെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാം. ഡോമ ചിന്തിക്കുന്നുണ്ട്, ആ വെട്ടിനെനിക്ക് കൊണ്ടുവന്ന്. തൊട്ടടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം, തന്റെ കൈയുടെ ജോയിൻസ് ഡിസ്ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇനോസുകെ തന്റെ ബീസ്റ്റ് ബ്രീത്തിന്റെ 9th ഫോം എടുക്കുകയായിരുന്നു. ഒരു സാധാരണ ഹ്യൂമനെ കൊണ്ട് പറ്റുന്നതിലപ്പുറം ഇനോസുകെക്ക് തന്റെ ഓർഗൻസ് ഷിഫ്റ്റ് ചെയ്യാനും തന്റെ ജോയിൻസ് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു. ഇത് കണ്ട് കനോവോ ഞെട്ടിത്തിരിച്ചവിടെ നിപ്പുണ്ട്. ഇനോസുകെ എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, എന്റെ ടെക്നിക്ക് ഇപ്പോഴും ആക്യുറേറ്റ് അല്ല, ശരിക്കും ഞാൻ അവന്റെ കഴുത്തിന് നോക്കിയായിരുന്നു ഉന്നം വെച്ചത്. ഇനോസുകെ അലച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഡോമോന്റെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ അങ്ങനെയാണല്ലേ നിന്റെ കൈ തിരിച്ച് നീ റീലൊക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ കുറെ വർഷം ജീവിച്ചെങ്കിലും നിന്നെ പോലുള്ള ചെറുക്കനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനോസുകെ അപ്പോൾ അവൻ്റെ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ശരിയായിരിക്കും, ഞാൻ ഇനോസുകെയാണ്. എന്നെ വെച്ച് കമ്പയർ ചെയ്താൽ ബാക്കിയെല്ലാം ലൂസേഴ്സ് ആണ്. അവരാരും എന്നെ വെച്ച് കമ്പയർ ചെയ്യാൻ മാത്രമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇനോസുകെ ഞെട്ടുന്നത് നമുക്ക് കാണാം. പുറയുന്ന കനോവോ ഇനോസുകെ എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് കാണാം വേറൊന്നുമല്ലത് ഇനോസുകെയുടെ മാസ്ക് നിമിഷ നേരം കൊണ്ട് ഡോമ അവന്റെ തലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. തന്റെ എടുക്കൽ നിന്ന് തന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന മാസ്ക് എങ്ങനെ എടുത്തു എന്നുള്ള രീതിയിൽ ഇനോസുകെ ഡോമയെ നോക്കുന്നുണ്ട്. ഡോമ അവൻ്റെ പറയുന്നുണ്ട്, ഈ മാസ്ക് കുറച്ച് ഓൾഡ് ആയല്ലോ എന്ന്. ഇനോസുകെ അവൻ്റെ മാസ്ക് തിരിച്ചു തന്ന് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഡോമ എന്നിട്ട് അവനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ എവിടെയോ കണ്ട പോലുണ്ടല്ലോ എന്ന്. ഇവിടെ വെച്ചാണ് നമ്മുടെ 159ാമത്തെ ചാപ്റ്റർ ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ.